പാർത്ഥ, വിനാശകാലേ വിപരീത ബുദ്ധി, അതാണിപ്പോൾ ഖത്തർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഖത്തറിൻ്റെ ചില നിലപാടുകൾ ഇന്ത്യയിൽ നിന്ന് പണി ഇരന്ന് വാങ്ങുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. എന്താകും ഖത്തറിൻ്റെ ഒരു അവസ്ഥ? ഖത്തറിൻ്റെ അവസ്ഥ ഈ കണക്കിന് പോവുകയാണെങ്കിൽ പരിതാപകരമായിരിക്കുമെന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം ഗൾഫ് രാജ്യങ്ങളിൽ പൊതുവെ ഖത്തറാണ് പല സമയങ്ങളിലും നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ എന്താണ് ഈ പറയുന്ന പാലസ്തീൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇറാൻ ആയിക്കോട്ടെ, സിറിയ ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള രാജ്യങ്ങൾക്കൊക്കെ ഒരു പരോക്ഷമായ സപ്പോർട്ട് ഖത്തറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അതിന് വളരെ കൃത്യമായ രീതിയിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വളരെ കൃത്യമായിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല നിലയിലല്ല നിങ്ങളുടെ പോക്ക് എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ അതിൽ നിന്നൊക്കെ പിൻവാങ്ങുകയാണ് ചെയ്യാറ്. സാധാരണഗതിക്ക് സൗദി അറേബ്യയാണ് ഇസ്ലാമിക നിയമങ്ങളിൽ വളരെ മുന്നിലുള്ളത്. അവരാണ് കുറച്ചുകൂടെ ഇടുങ്ങിയ ചിന്താഗതിക്കാർ എന്നൊക്കെയാണ് നമ്മൾ പറയുക. പക്ഷേ സൗദിയേക്കാളൊക്കെ ഈ ഒരു മതപരമായ കാര്യത്തിൽ ഖത്തറാണ് മുന്നിൽ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവർക്കൊരു ഒരു മേധാവിത്വ നയമുണ്ട്. ലോകം മുഴുവൻ ഒരു ഇസ്ലാം ഭരണം വന്നാൽ കൊള്ളാം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഖത്തർ. അങ്ങനെ പരോക്ഷമായിട്ട്, യഥാർത്ഥ പ്രത്യക്ഷത്തിൽ പറയില്ല. അതുപോലെ തന്നെയാണ് ഇപ്പം ഇവിടെയും വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷം നരേന്ദ്രമോദി ഒരു ലോക നേതാവായി മാറുന്നു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ, അതായത് അമേരിക്കയും ഇന്ത്യയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയും ഒക്കെ വലിയ രീതിയിൽ ചങ്ങാത്തമുണ്ടാകുന്നു, സുഹൃത്തുക്കളാകുന്നു. ലോക നേതാവായിട്ട് നരേന്ദ്രമോദി വരുന്നു. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഖത്തറിന് ഇതത്ര പിടിക്കുന്നില്ല എന്ന് തന്നെ വേണം നമ്മൾ വിശ്വസിക്കാൻ. കാരണം ഇന്ത്യയിലെന്തോ ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആളുകൾക്കെതിരെ ആക്രമണമുണ്ട്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള കാര്യങ്ങളുണ്ട് എന്ന് ഇവിടുത്തെ സുഡാപ്പികൾ ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് ഈ പറയുന്ന ഖത്തറിനെയും ഒരു തരത്തിൽ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതായത് ഇന്ത്യക്കകത്ത് അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്ന ഒരു മഹാസങ്കല്പമുണ്ട്. ഇവിടെ ഒരു ആത്മീയതയുണ്ട്, സ്പിരിച്വാലിറ്റി ഉണ്ട്. ആ ഭാരതത്തിൻ്റെ ആത്മീയത നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ലോകം ഒന്നാകെ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ പറയുന്ന ബ്രിട്ടനിൽ ഋഷി സുനക് അധികാരത്തിൽ വന്നതും അവിടെ പിന്നെ ഹിന്ദു ഭഗവത്ഗീതയിൽ തൊട്ട് അധികാരത്തിലേറുന്നു നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അമേരിക്കയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജനുവരി 20 പിന്നെ ട്രംപ് അധികാരത്തിൽ വരാൻ വേണ്ടി പോകുന്നു. ഹിന്ദു വിശ്വാസവുമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അതായത് പ്രധാനപ്പെട്ട സുരക്ഷാ കാര്യങ്ങളിൽ വരെ, അതായത് ഇന്റലിജൻസ് വിഭാഗങ്ങളിൽ വരെ അദ്ദേഹം ചുമതലകളിൽ കൊടുത്തിരിക്കുന്നത് ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആളുകളെയാണ്. അതുപോലെ തന്നെ ട്രംപും ഒരു പരിധി വരെ നല്ല നിലയ്ക്ക് ഈ ഹിന്ദുയിസത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം തീവ്രവാദം ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. സമാധാനത്തോടു കൂടി ജീവിക്കാൻ ഏറ്റവും കൂടുതൽ നല്ലത് ഈ പറയുന്ന സനാതനമാണ് എന്ന് ഇവരൊക്കെ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അത് ഖത്തറിന് അങ്ങനെ പിടിക്കുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഇന്ത്യക്കകത്തുള്ള ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും അത്രയ്ക്ക് വിസ കൊടുക്കണ്ട എന്നുള്ള നിലപാടിലോട്ട് ഖത്തർ പോയിരിക്കുന്നു. അതെങ്ങനെയാണ്? ഡിക്ലെയർ ആയിട്ട് പറഞ്ഞതല്ല, അൺഡിക്ലെയർ ആയിട്ട് പറഞ്ഞതാണ്. അതായത് പരോക്ഷമായി ഇത്തരത്തിലൊരു കാര്യം ഖത്തർ നടപ്പിലാക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കാരണം പ്രത്യക്ഷത്തിൽ നടപ്പിലാക്കിയാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാകും. പക്ഷേ പരോക്ഷമായിട്ട് പോലും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അങ്ങനെ ഒരു വിസ കൊടുക്കണ്ട എന്ന നിലപാട് ഇവർ എടുക്കുമ്പോൾ അത് തിരിച്ചറിയാനുള്ള വിവരമൊക്കെ ഇവിടുത്തെ ഭരണാധികാരികൾക്കുണ്ട് എന്നുള്ള കാര്യം പോലും ഖത്തർ മനസ്സിലാക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അമേരിക്കയുണ്ട്, റഷ്യയുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ പറയുന്ന ഇസ്രായേലുണ്ട്, പിന്നെ നരേന്ദ്രമോദിയാണ് ഇപ്പം ഭരിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് എന്നുള്ള കാര്യം ഇവർ മറന്നുപോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഉദ്ദേശം എന്താണ്? കാരണം ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്ക് മാത്രം വിസ കൊടുക്കുകയും അവർ അവിടെ പോയിട്ട് സാമ്പത്തികമായി രക്ഷപ്പെട്ട് തിരികെ വരികയും മറ്റുള്ള ആളുകളൊന്നും സാമ്പത്തികമായി മെച്ചപ്പെടരുത് എന്നുള്ള പല തരത്തിലുള്ള അജണ്ടകൾ ഇതിൻ്റെ പുറകിൽ ഉണ്ടായിരിക്കാം. എങ്കിൽ പോലും ഈ അജണ്ടകളൊക്കെ ഇവർ പ്രത്യക്ഷമായിട്ട് അല്ലെങ്കിൽ പരോക്ഷമായിട്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പോലും നരേന്ദ്രമോദി ഇതിനെ കൃത്യമായി നേരിടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം നമ്മുടെ ഇന്ത്യ രാജ്യവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയാണ് ഇവർക്ക് ഈ പ്രകൃതിവാതകവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും സപ്ലൈ ചെയ്യുന്നത്. കാരണം അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അതിലൊരു ഡിലേ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഖത്തറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതന്നെ എന്തോ പറയാൻ വന്നു. അത് തന്നെയാണ് പ്രകൃതിവാതകവുമായി ബന്ധപ്പെട്ട് ഏകദേശം 78 മുതൽ 80 ബില്യൺ ഡോളറിനാണ് പിന്നെ 2047 വരെ ഒരു കരാർ ഇന്ത്യ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളെ വിഭജിച്ചുകൊണ്ട് 2-3 തട്ടിലാക്കിക്കൊണ്ട് ഖത്തർ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ ഖത്തറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇന്ത്യ കൈക്കൊള്ളുമെന്നുള്ളതിൽ സംശയം വേണ്ട. പിന്നെ കുറെ നാളുകൾക്ക് മുൻപ് ഈ ബഹ്റിൻ, UAE, പിന്നെ സൗദി അറേബ്യ, കുവൈറ്റ് പോലുള്ള രാജ്യങ്ങൾ
ഖത്തറിനൊരു ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. അതായത് വ്യോമമാർഗവും സമുദ്രമാർഗവുമാണ് ഉപരോധം ഏർപ്പെടുത്തിയത്. ഞങ്ങളുടെ ആ ഏരിയയിലേക്ക് ഇന്റർനാഷണലി നിങ്ങൾ പൊക്കോ, പക്ഷെ ഞങ്ങളുടെ ഏരിയ കടന്നുകൊണ്ട് നിങ്ങൾ പോകണ്ട, അത്തരത്തിൽ നിങ്ങൾ ജീവിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ഉപരോധം ഖത്തറിന് മേൽ ഈ രാജ്യങ്ങളെല്ലാം ഉണ്ടാക്കി. അപ്പോൾ ഖത്തർ ഇന്ത്യയോട് റിക്വസ്റ്റ് ചോദിച്ചു, സഹായം ചോദിച്ചു, ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കാൻ കഴിയുമോ? കാരണം എണ്ണ അല്ലാതെ ഇവർക്ക് മറ്റൊന്നും ഇല്ലല്ലോ ഇവരുടെ കയ്യിൽ. ആഹാരത്തിനാണെങ്കിലും എന്തിനാണെങ്കിലും മറ്റ് രാജ്യങ്ങൾ ഇവർക്ക് ആശ്രയിച്ചേ മതിയാകും. ഇപ്പൊ തീവ്രവാദികളെയൊക്കെ വളർത്താൻ ഒരു സൈഡിൽ കൂടി ഇപ്പോ വലിയ രീതിയിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് ഖത്തർ വലിയ രീതിയിൽ അത്ര സാമ്പത്തികമായി പോലും മുന്നിട്ട് നിന്ന ഒരു രാജ്യമല്ല, വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. ആ സമയത്ത് ഇന്ത്യ സ്വയം ഒരു തീരുമാനം എടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഡൽഹി, കൽക്കട്ട, മുംബൈ വഴി നിങ്ങളുടെ ഖത്തർ എയർവേസിലൂടെ നിങ്ങൾ സാധനങ്ങൾ, അതായത് ഒരു ദിവസം തന്നെ 10 തവണയൊക്കെ ഇവിടെ വന്നു പോകുന്ന 10-12 തവണയൊക്കെ ഇവിടെ വന്നു പോകുന്ന തരത്തിലേക്ക് പിന്നെ സാധനങ്ങൾ കയറ്റി അയക്കാൻ സഹായിക്കുകയായിരുന്നു ഇന്ത്യ എന്നുള്ളതാണ്. ആ ഇന്ത്യയിലെ ജനങ്ങളോടാണ് ഇത് കാണിക്കുന്നത് എന്നുള്ളതാണ് ഖത്തർ മനസ്സിലാക്കാതെ പോകുന്നത്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ എയർവേസിന് പോലും പ്രിവിലേജ് കൊടുക്കാതെ ഖത്തർ എയർവേസിന് വലിയ രീതിയിലുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഇന്ത്യ മുന്നോട്ട് പോയത് എന്നുള്ളതാണ്. ആ ഇന്ത്യയിലെ ജനങ്ങളോടാണ് അവരെ 2 തട്ടിലാക്കിക്കൊണ്ട്, അതായത് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും വർക്ക് വിസ കൊടുക്കാതെ മുസ്ലിങ്ങൾക്ക് മാത്രം വർക്ക് വിസ കൊടുത്ത്, നേരത്തെ പ്രാർത്ഥൻ പറഞ്ഞതുപോലെ ഇവിടുത്തെ കുറെ സുഡാപ്പികൾ അവിടെയുള്ള രാഷ്ട്ര തലവന്മാരെ അറിയിക്കുന്നു, മുസ്ലിങ്ങൾ ഇന്ത്യയിൽ വലിയ രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്നു, അതുകൊണ്ട് അവരെ രക്ഷിക്കാൻ ഇത്തരത്തിലുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് മാത്രമേ കഴിയൂ, അതുകൊണ്ട് ഖത്തർ അവരെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ വിസയൊക്കെ റിജക്റ്റ് ചെയ്യുന്നു. ഹിന്ദുക്കളുടെ വിസയും ക്രിസ്ത്യൻസിന്റെ വിസയും റിജക്റ്റ് ചെയ്തിട്ട് മുസ്ലിങ്ങളുടെ വിസ മാത്രം റിജക്റ്റ് ചെയ്യാതെ അവരെ മാത്രം ജോലിയിലെടുക്കുന്ന ഒരു രീതിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും നേരത്തെ അമേരിക്ക ഒന്ന് വിരട്ടി നിർത്തിയിരിക്കുകയാണ്. ഈ ഹമാസിനെ ഹിസ്ബുള്ളയും ഒക്കെ പാർപ്പിച്ച ഞാൻ 20-ാം തീയതി കയറി കഴിഞ്ഞതിന് ശേഷം പിന്നെ നീയൊക്കെ ഉണ്ടാവുമോ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം എന്നുള്ള ഒരു നിലപാട് ട്രംപ് എടുത്തു വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്കാണ് നരേന്ദ്രമോദിയുടെ കൂടെ ഈ കളി നടത്തുന്നത് എന്നുള്ളതാണ്. കാരണം നരേന്ദ്രമോദി ലോകത്തെല്ലായിടത്തും പോകും. നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യയുടെ ഒരു വളർച്ചയും ഇന്ത്യയുടെ ഒരു സാമ്പത്തിക മേഖലയുടെയും വികസനത്തിൻ്റെയും ഒക്കെ ഒരു വളർച്ചയും ലോകരാജ്യങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുള്ള ഒരു മൈലേജും ഒന്നും ഖത്തറിന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഖത്തർ ഇങ്ങനെ പണി ഇരന്ന് വാങ്ങാനായി നിൽക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ BJP സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ അവർക്ക് ഒരുപോലെയാണ്. ഇന്ത്യയിലെ ജനങ്ങളോട് നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളത്, മറ്റ് രാജ്യങ്ങളിൽ നിങ്ങൾ പോയാൽ അവിടുത്തെ നിയമങ്ങൾ കർശനമായി പാലിച്ച് അവരുടെ നിയമങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ജീവിക്കുക. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചാൽ ഞാൻ അവിടുത്തെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് നിങ്ങൾ പോയിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചാൽ ഞാൻ അത് നോക്കിയിരിക്കില്ല. അതിന് അവർക്ക് തക്കതായ മറുപടി ഞാൻ നൽകിയിരിക്കും. എൻ്റെ ജനങ്ങളെ തൊട്ടാൽ അതിന് തക്കതായ മറുപടി ഞാൻ നൽകിയിരിക്കും എന്ന് പല കുറി നരേന്ദ്രമോദി പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഖത്തർ ഇത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിച്ചാൽ ഖത്തർ എന്ന രാജ്യത്തിന്റെ അവസ്ഥ, അമേരിക്ക ഒന്നും പണി കൊടുക്കണ്ട, ഇന്ത്യ മാത്രം പണി കൊടുത്താൽ ഖത്തറിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. തീർച്ചയായും.